ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ണം വെക്കാനായിട്ട് അല്ലെങ്കിൽ തടി കൂടാനായിട്ട് ചെയ്യാവുന്ന ഒരു ഈസി ടിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, 2 ടീസ്പൂൺ നെയ്യ്, കറുത്ത ഉണക്കമുന്തിരി, ഡ്രൈ നട്ട്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അതായത് കപ്പലണ്ടി എടുക്കാം, കശുവണ്ടി എടുക്കാം, ബദാം എടുക്കാം, വാൾനട്ട്സ് എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് അല്പം ശർക്കര, പിന്നെ 2 ഏലയ്ക്ക. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏത്തയ്ക്ക അത് ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇത് വഴട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അതിന് പ്രത്യേകിച്ച് ഞാനൊരു കണക്ക് പറയുന്നില്ല. നിങ്ങൾക്ക് മധുരം എത്ര വേണമെന്നുള്ളതനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ കറുത്ത എള്ള്, പിന്നെ ചേർക്കാനുള്ളത് കറുത്ത ഉണക്ക മുന്തിരിങ്ങ. വെളുത്ത മുന്തിരിയല്ല, കറുത്ത ഉണക്ക മുന്തിരി തന്നെ ചേർക്കണം. പിന്നെ 2 ഏലയ്ക്ക നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ നട്ട്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചോയ്സിലുള്ളതും നിങ്ങൾക്ക് കയ്യിലുള്ളതുമായിട്ടുള്ള എന്ത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും സാധനങ്ങളൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഈ ഇത് വഴട്ടിയെടുത്ത് അത് നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് വഴട്ടിയെടുക്കാം. ഇപ്പം നിങ്ങൾ നല്ലൊരു ഇച്ചിരി ബ്രൗൺ ഷെയ്ഡിൽ വഴട്ടിയെടുക്കണം, അത്രയും നേരം വഴട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ല, ഒന്ന് ചെറുതായിട്ടെല്ലാം കൂടെ മിക്സായി വാടി വന്നാൽ മതി എന്നുള്ളൊരു, അത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരുവം നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു രീതിയിൽ എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സ് ഇത് നിങ്ങൾ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തടി കൂടുന്നതായിരിക്കും. പിന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകൾ വരാം. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അതായത് വെറും വയറ്റിൽ കഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് പകൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ എപ്പോൾ വേണമെങ്കിലോ രാത്രിയിൽ വേണമെങ്കിലോ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ പഴം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേന്ത്രപ്പഴം തന്നെ വേണം. റോബസ്റ്റയോ പൂവമ്പഴോ ബാക്കിയുള്ള പഴങ്ങളോ ഒന്നും തന്നെ പാടില്ല. മുന്തിരിയാണെങ്കിലും കറുത്ത മുന്തിരി തന്നെ വേണം. പിന്നെന്താ നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ സാധ്യതയുള്ളത്? എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1-1.5 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരു ഏത്തയ്ക്ക ഫുള്ള് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും ആ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. പിന്നെ ഡ്രൈ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിനകത്ത് ചേർക്കാവുന്നതാണ്. അതേപോലെ ചേർക്കണമെന്നില്ല. വലിയവർക്കാണെങ്കിൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചേർത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പും തടി കൂടാനായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് നല്ല റിസൾട്ട് കിട്ടിയതായിട്ടും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതുകൂടി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യണമെന്നല്ല. ഇപ്പം ഒരേ ടിപ്പ് ഇപ്പോൾ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയത് മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് ഓരോ രീതിയിലാണ്. അപ്പം ഒരാൾക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് ആ ഒരു സെയിം സംഭവം ഫോളോ ചെയ്തതെന്ന് വെച്ച് കിട്ടണമെന്നില്ല. അപ്പം ഒരു ടിപ്പിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടാവുന്നത് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ടിപ്പ് കൂടി കാണുക. അപ്പം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്